ഏറ്റവും അവസാന നിമിഷം അവിടെ നിൽക്കുമ്പോൾ ഈ ദൗത്യം പൂർത്തിയാകുന്നു അല്ലെങ്കിൽ റിസൾട്ട് ഓറിയന്റഡ് ആയി ഈ ദൗത്യം മുന്നോട്ട് പോകുമ്പോൾ ശ്രീധരന് അവിടെ നിന്ന് പറയാനുള്ളത് എന്താണ്? മോത്തി, അതിനു മുമ്പ് ഒറ്റ കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ സംഘം ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് വിദഗ്ധരുടേതാണ്. അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കാനുള്ള സംഘമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലൂടെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയത്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, നാവികസേന ഗോവയിൽ നിന്ന് ഡ്രഡ്ജിംഗ് അതിനുള്ള മാർഗങ്ങൾ ആരായുന്നുണ്ട്, അതിവേഗം അതിൻ്റെ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ ആ സംഘം കൂടി അവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൂടി പരിശോധിക്കുമ്പോൾ എത്ര വേഗത്തിൽ ഈ നേരത്തെ കണ്ട ഈ പുതഞ്ഞു കിടക്കുന്ന ട്രക്കിൽ നിന്നുള്ള ചെളി മാറ്റുന്നത്, അത് അക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ കൃത്യമായ പരിശോധനകൾ, കൂടുതൽ കൃത്യമായ നടപടികൾ എടുക്കാൻ കഴിയുന്നു എന്ന വിധത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. വൈകാതെ വരും മണിക്കൂറുകളിൽ അതുകൂടി സാധ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നിമിഷത്തിൽ കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തുന്നു. ആ ട്രക്കിനരികിലേക്ക് 2 വട്ടം അതിന് അടുത്തെത്താൻ സാധിച്ചു എന്ന് കരസേനാ സംഘാംഗങ്ങൾക്ക് സാധിക്കുന്നു. മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള ആ സംഘാംഗങ്ങൾക്ക്, അതിലെ മുങ്ങൽ വിദഗ്ധർക്ക് 2 വട്ടം അതിന് അരികിലെത്താൻ സാധിക്കുന്നു. അർജുൻ്റെ ബന്ധുക്കൾക്കും ഈ വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം കൂടുതൽ സമഗ്രമായി അതിലേക്ക് എത്താൻ കഴിയുന്നു. അവസാന മണിക്കൂറുകൾ, രക്ഷാപ്രവർത്തനത്തിൻ്റെ ഈ ദൗത്യത്തിൻ്റെ തെരച്ചിലിൻ്റെ അവസാന മണിക്കൂറുകൾ എന്ന വിധത്തിൽ കാര്യങ്ങൾ പോകുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ പെട്ടെന്നാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് മുന്നിലൂടെ ഇപ്പോൾ കടന്നുപോയത് ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് സംഘാംഗങ്ങളാണ്. അവർ കൂടി കടന്നെത്തുമ്പോൾ, നേരത്തെ നേവി ഇക്കാര്യം അറിയിച്ചിരുന്നു. നാവികസേന അംഗങ്ങൾ അവിടെ നിന്ന് നമ്മളെ അറിയിച്ചത് ഈ ഡ്രഡ്ജിംഗ് വിദഗ്ധർ കൂടി എത്തുന്നതോടുകൂടി കുറച്ചുകൂടി കാര്യക്ഷമമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോൾ ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കരസേന നമ്മളെ അറിയിച്ച കാര്യം തന്നെയാണ്. 2 വട്ടം മുങ്ങൽ വിദഗ്ധർക്ക് ഈ ലോറിയുടെ അരികിലേക്ക് കടന്നെത്താൻ കഴിഞ്ഞു. സീറോ വിസിബിലിറ്റിയും വലിയ കുത്തൊഴുക്കും ക്യാബിനരികിലേക്ക് കടന്നു ചെല്ലുക, ആ ഘട്ടത്തിലേക്ക് എത്തുന്ന പ്രവർത്തനം സാധിച്ചിട്ടില്ല. പക്ഷേ ആ ട്രക്കിന് സമീപത്തേക്ക് 2 വട്ടം കടന്നു ചെല്ലാൻ. ഇപ്പോൾ നമുക്ക് അർജുന്റെ ബന്ധുവിന്റെ ആ പ്രതികരണം അതൊരിക്കൽ കൂടി കേൾക്കാം.